നമസ്തേ. ആളുകൾക്ക് പല രീതിയിലുള്ള കഴിവുകളാണുള്ളത്. ചില ആളുകൾ നല്ലൊരു ഫോളോവർ ആയിരിക്കും. നല്ല രീതിയിൽ ഒരു അധികാരിയുടെ കീഴിൽ നിന്നുകൊണ്ട് വർക്ക് ചെയ്യാനായിട്ട് നല്ല കഴിവുള്ള ആളായിരിക്കും. ചില ആളുകൾ പഠനത്തിൽ ഭയങ്കര മിടുക്കന്മാരായിരിക്കും. ചില ആളുകൾ സ്പോർട്സ്, അതുപോലെ തന്നെ ആർട്സ്, അങ്ങനെ പല മേഖലകളിൽ ഒരു മേഖലയിലെങ്കിലും കഴിവില്ലാത്തതായിട്ടുള്ള ഒരു മനുഷ്യനും ഇല്ല എന്നുള്ളതാണ് ഞാൻ ശക്തമായിട്ട് വിശ്വസിക്കുന്നതും എൻ്റെ അനുഭവത്തിൽ നിന്നും നിരീക്ഷണത്തിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളതും. പലപ്പോഴും നമുക്ക് എത്തേണ്ട ഒരു നല്ല ഏരിയ ഉണ്ടാവും. ആ ഏരിയയിലേക്ക് എത്താൻ പറ്റാത്ത ആളുകളാണ് പലപ്പോഴും റോങ് ആയിട്ടുള്ള പാത്തുകളിൽ കൂടെ പോയിട്ട് ഈ സൊസൈറ്റിക്ക് എതിരായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നത്. ഈവൻ അഡോൾഫ് ഹിറ്റ്ലർ പോലും അദ്ദേഹത്തിനും കഴിവുണ്ട് എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. അദ്ദേഹത്തിന് മുൻപ് ആർട്സ് കോളേജിൽ അഡ്മിഷന് വേണ്ടി ശ്രമിക്കുകയും പിന്നീട് അത് കിട്ടാണ്ട് വരികയും അതിനുശേഷമാണ് അത്ര അദ്ദേഹം മിലിറ്ററിയിലേക്ക് പോയത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പല സ്ഥലത്തു നിന്നും വായിക്കാനായിട്ട് ഇടയായിട്ടുണ്ട്. എന്തു തന്നെയാണെങ്കിലും ഒരുപക്ഷെ അദ്ദേഹം ആർട്സ് ആയിരുന്നു പഠിച്ചിരുന്നത് എങ്കിൽ എന്താകുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം എന്നുള്ളത് ഒരു പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ് ഈ മേഖലയിൽ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത്. ഇന്നിവിടെ പറയാൻ പോകുന്നത് മറ്റു കഴിവുകളെക്കുറിച്ചൊന്നുമല്ല, ലീഡർഷിപ്പ് എബിലിറ്റിയെക്കുറിച്ചാണ്. ചില ആളുകളെ നമ്മൾ പറയും ഒരു ബോൺ ലീഡറാണ്, അല്ലെങ്കിൽ അയാളുടെ നേതൃത്വത്തിൽ പല രീതിയിലുള്ള വിജയങ്ങളുണ്ടാകുന്നു. മറ്റുള്ളവരെ നല്ല രീതിയിൽ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് അല്ലെങ്കിൽ ഡയറക്റ്റ് ചെയ്യാനായിട്ട്, എവിടെയാണോ സ്ട്രിക്റ്റായിട്ട് നിൽക്കേണ്ടത് അവിടെ സ്ട്രിക്റ്റായിട്ട് നിൽക്കാനായിട്ടും, അല്ലെങ്കിൽ എവിടെയാണോ കുറച്ച് ഫ്രീഡം കൊടുക്കേണ്ടത് അത് കൃത്യമായിട്ട് കൊടുക്കാനായിട്ടും, ഇതൊക്കെ എപ്പോൾ ചെയ്യണമെന്നുള്ള ആ ഒരു അറിവുണ്ടല്ലോ, അത് ചില ആളുകൾക്ക് അനുഭവത്തിലൂടെ, അതായത് പരിചയസമ്പന്നതയിലൂടെ വളർന്നു വരുന്നൊരു കാര്യമാണ്. ബട്ട് ഇൻബോൺ ആയിട്ട്, അല്ലെങ്കിൽ ഒരു ബോൺ ലീഡർ എന്ന് പറയുന്ന സമയത്ത്, ഇപ്പം ആധുനിക മനഃശാസ്ത്രമൊക്കെ പറയുന്നത് ഈ ഒരു ബോൺ ലീഡർ എന്ന് പറയുന്നതിനപ്പുറത്ത് നമുക്ക് മിക്ക സ്കില്ലുകളും നമുക്ക് ആക്വയർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്, പഠിച്ചെടുക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. എന്തു തന്നെയാണെങ്കിലും നല്ല രീതിയിലുള്ള ഒരു ലീഡർഷിപ്പ് എനർജി നമ്മുടെ ഉള്ളിലുണ്ട് എന്നുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങളുടെ ഉള്ളിൽ ഒരു ശക്തനായിട്ടുള്ള അല്ലെങ്കിൽ ശക്തിയായിട്ടുള്ള ഒരു ലീഡർ, ഒരു ലീഡർഷിപ്പ് എനർജി നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അങ്ങനെ ഉള്ള അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളെ എങ്ങനെ തിരിച്ചറിയാം, അല്ലെങ്കിൽ എങ്ങനെ ആത്മപരിശോധന ചെയ്യാം നല്ലൊരു ലീഡർ എന്നുള്ള ആ ഒരു കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. ഒന്നാമതായിട്ട് ഇവർ നല്ല ഡിസിഷൻ മേക്കേഴ്സ് ആയിരിക്കും എന്നുള്ളതാണ്. അതായത് എപ്പോഴും ഒരു ലീഡർക്ക് വേണ്ട ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളൊരു എബിലിറ്റിയാണ് ക്യുക്കായിട്ട് ഡിസിഷൻ എടുക്കാനായിട്ട് സാധിക്കണം. ഈ ക്യുക്ക് ഡിസിഷൻ എന്ന് പറയുമ്പം എന്തെങ്കിലും ഒന്നിലേക്ക് ചാടി ഇറങ്ങി പുറപ്പെടുക എന്നുള്ളതല്ല. ചില സാഹചര്യങ്ങളിൽ നമ്മൾ പെട്ടെന്ന് തീരുമാനം എടുക്കേണ്ടതായിട്ട് വരും. ഒരു ചോദ്യം നമ്മുടെ മുന്നിലേക്ക് വരുന്നു, അല്ലെങ്കിൽ ഒരു പ്രശ്നം നമ്മുടെ മുന്നിലേക്ക് വരുന്നു, അതിനുള്ള ഉത്തരം കൊടുക്കാനായിട്ട് നമ്മൾ പഠിക്കുന്ന കാലത്തൊക്കെ ചിലപ്പോൾ നമുക്ക് ആഴ്ചകളും ദിവസങ്ങളും സമയമുണ്ടാകും. ബട്ട് വെൻ ഇറ്റ് കംസ് ടു ലീഡർഷിപ്പ്, ഒരു ലീഡർഷിപ്പ് പൊസിഷൻ എടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് അധികം സമയം ഉണ്ടാവില്ല. അപ്പം നല്ല ലീഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ കൃത്യമായിട്ടുള്ള തീരുമാനം, വ്യക്തമായിട്ടുള്ള തീരുമാനം എടുക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. രണ്ടാമതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഞാൻ പല സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത്, അതായത് എന്നെ ലീഡ് ചെയ്യുന്ന, ഗൈഡ് ചെയ്യുന്ന ആളുകളിൽ നിന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിച്ചൊരു കാര്യമുണ്ട്, പ്രോപ്പറായിട്ടുള്ള ഡയറക്ഷൻസ് കിട്ടുക എന്നുള്ളത്. അതായത് അവരുടെ സബോർഡിനേറ്റ്സ് എന്ത് എപ്പോൾ ചെയ്യണം, എപ്പോൾ തീർക്കണം എന്നുള്ള കൃത്യമായിട്ടുള്ള ഗൈഡൻസ് ഒരു ലീഡർക്ക് കൊടുക്കാനായിട്ട് സാധിക്കണം. ഞാൻ പലപ്പോഴും എൻ്റെ ലീഡർഷിപ്പിലുള്ള ആളുകളെ പോലും വിമർശിച്ചിട്ടുണ്ട്. അവരോട് അറിഞ്ഞോ അറിയാതെയും, അതായത് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഡയറക്ഷൻ നിങ്ങൾ തന്നാൽ കൃത്യമായിട്ടുള്ള വർക്ക് നിങ്ങൾക്ക് കിട്ടും. അല്ലാതെ ഇത് അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ എന്ന് പറഞ്ഞ് വെയ്ഗായിട്ടുള്ളൊരു ഇൻസ്ട്രക്ഷൻ കൊടുത്ത് ഒരാളെ അത് മാനേജ് ചെയ്യാൻ ഏൽപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടീം തീർച്ചയായിട്ടും ഒരു ഫ്ലോപ്പിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഈ മാനേജ് ചെയ്യുന്ന ആളുടെ തലയിലേക്ക് എല്ലാം കൂടെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ബട്ട് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, കൃത്യമായിട്ടുള്ളൊരു ലീഡർ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ക്യുക്ക് ഡിസിഷൻ മാത്രം പോരാ, ആ ഡിസിഷൻ വളരെ ക്ലാരിറ്റിയോട് കൂടി കൊടുക്കാനായിട്ട് സാധിക്കുകയും വേണം. അത് ഗൈഡൻസ് ആയാലും ഡയറക്ഷൻ ആയാലും അതിന് വ്യക്തത ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ലീഡേഴ്സ് വെയിറ്റ് ഫോർ ക്ലാരിറ്റി എന്നാണ് പറയുന്നത്, നോട്ട് ഫോർ പെർഫെക്ഷൻ. അപ്പോൾ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ലീഡർഷിപ്പ് ദുഷ്കരമായിട്ട് മാറും. അവർക്ക് കാര്യങ്ങൾ സമയാസമയത്ത് കൃത്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതിൽ തടസ്സം വരാനുള്ള സാധ്യത വളരെ അധികമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മൾ മുന്നോട്ട് മൂവ് ചെയ്യണം. അതാണ് നല്ലൊരു ലീഡറിൻ്റെ എബിലിറ്റി എന്ന് പറയുന്നത്. അടുത്തതായിട്ടുള്ള ഒരു ലീഡറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നല്ല ലീഡേഴ്സ് ഒരിക്കലും അവരുടെ സബോർഡിനേറ്റ്സിനെ അല്ലെങ്കിൽ അവരെ ഫോളോ ചെയ്യുന്ന ആൾക്കാരെ ബ്ലെയിം ചെയ്യില്ല എന്നുള്ളതാണ്. ബിക്കോസ് അവൻ തന്നെ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നുള്ളതാണ്. കാരണം ലീഡറാണ് എപ്പോഴും ആ കൂടെയുള്ള ആൾക്കാരെ ഗൈഡ് ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായിട്ടുള്ളൊരു സത്യമാണ്, അല്ലേ? അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ആ യാഥാർത്ഥ്യത്തിൽ എന്നെ ഫോളോ ചെയ്യുന്ന ആളുകൾ എന്തെങ്കിലും ഒരു തെറ്റ് വരുത്തുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദി ഞാനാകണം എന്നുള്ള കൃത്യമായിട്ടുള്ള ബോധ്യം നല്ലൊരു ലീഡർക്ക് ഉണ്ടായിരിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് തെറ്റ് വന്നിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഓണർഷിപ്പ് എടുക്കാനായിട്ട്,
അതായത് പവർ എന്ന് പറയുന്നത് അക്കൗണ്ടബിലിറ്റിയാണ്. അതായത് ആർക്കെങ്കിലും നമ്മുടെ ടീമിലുള്ള ആളുകൾ തെറ്റ് വരുത്തി കഴിഞ്ഞാൽ അത് എടുക്കണമെങ്കിൽ, അത് ഏറ്റെടുക്കണമെങ്കിൽ നമുക്കൊരു പവർ വേണം എന്നുള്ളത് നമ്മൾ ഈ ഒരു അവസരത്തിൽ മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഈ 2-3 ലക്ഷണങ്ങൾ ഇപ്പം നമ്മൾ കണ്ടു. ഇത് മാത്രമല്ല, ഇനിയും കുറച്ച് ലക്ഷണങ്ങളും കൂടെയുണ്ട്. അതായത് ലീഡറെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഒരുപാട് സംസാരിക്കുക, അല്ലെങ്കിൽ ഒരുപാട് വ്യഗ്രത കാണിക്കുക. ആൻഷ്യസ് ആയിട്ടുള്ള വ്യക്തികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എപ്പോഴും തിരക്ക് അത് കാണിക്കുന്ന വ്യക്തികൾ നമ്മൾ കാണാറുണ്ട്. അവരോട് നമുക്ക് യഥാർത്ഥത്തിൽ ഹൃദയത്തിലൊരു വില അല്ലെങ്കിൽ മൂല്യം തോന്നാറുണ്ടോ എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇപ്പം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, ഒരു യഥാർത്ഥ ലീഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ അല്ലെങ്കിൽ അവൾ കാമായിരിക്കും എന്നുള്ളതാണ്. എത്ര പ്രഷറുള്ള സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് കാമായിട്ട് നിൽക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ, അത് നല്ലൊരു ലീഡർഷിപ്പ് എബിലിറ്റി തന്നെയാണ്. കെയോസ് വന്നാലും നമുക്ക് യാതൊരു വിധത്തിലുള്ള പാനിക്കാകുന്ന അവസ്ഥയും ഇല്ല എന്നുള്ളതാണ്. സ്റ്റെബിലിറ്റി ക്രിയേറ്റ്സ് ട്രസ്റ്റ്. നമ്മൾ അങ്ങനെ ആയിരിക്കുന്ന സമയത്ത്, അതായത് ഈ ലീഡർ തന്നെ ഒരു ത്രെട്ട് വരുന്ന സമയത്ത് ഭീരുവായിട്ട് തിരിഞ്ഞോടാനായിട്ടും ഭയപ്പെടുന്ന അവസ്ഥ വന്നാൽ അയാളുടെ കൂടെയുള്ള ആളുകൾ എന്താ ചിന്തിക്കുക? അപ്പോൾ അയാൾ സ്റ്റെബിളായിട്ട് നിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും നമ്മുടെ കൂടെയുള്ള ആളുകൾ ഒബ്സർവ് ചെയ്യുന്നത്. അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ടീം ഒപ്പം നിൽക്കാനുള്ള സാധ്യത വളരെ അധികമാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ അടുത്തതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ലീഡർഷിപ്പ് യഥാർത്ഥത്തിൽ ആളുകളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യമല്ല. അതായത് പലരും അധികാരത്തിലേക്ക് കയറുന്ന സമയത്ത് ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ഇവരെ കൺട്രോൾ ചെയ്യാൻ പോവുകയാണ്, ഭരിക്കാനായിട്ട് പോവുകയാണ്. അങ്ങനെയല്ല. തീർച്ചയായിട്ടും നമ്മൾ ഒരു ലീഡർഷിപ്പ് എന്ന് പറയുമ്പം അത് എന്ത് ജോലിയുടെ ഭാഗമാണെങ്കിലും, ശമ്പളം മേടിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും, അതൊരു സർവീസാണ്, ഒരു സേവനമാണ്. നമ്മൾ സെർവ് ചെയ്യുകയാണ്. വി ആർ സെർവിങ്. ചിലപ്പോൾ നമ്മുടെ മുകളിലുള്ളവരെയും താഴെയുള്ളവരെയും നമ്മൾ സെർവ് ചെയ്യുകയാണ്. പ്രോപ്പറായിട്ട് ആ എയിം എന്താണോ അത് നേടാനായിട്ട് നമ്മൾ അവരെ സഹായിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്ന ലീഡർഷിപ്പിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ലീഡേഴ്സ് അവർ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഇൻഫ്ലുവൻസേഴ്സാണ്. അവർ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആളുകളാണ്. അവർ ഫോഴ്സ് ചെയ്തിട്ടല്ല, അവർ ഡയറക്ഷൻ കൊടുത്തിട്ടാണ് ബ്രില്യൻ്റായിട്ട് ആൾക്കാരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിക്കുന്നത്. അപ്പോൾ ലീഡർ എപ്പോഴും ഈ ആളുകൾക്ക് ആർക്ക് എന്ത് വർക്ക് കൊടുക്കണം, എന്ത് അസൈൻ ചെയ്ത് കൊടുക്കണം എന്നുള്ളതിൽ വളരെ വ്യക്തതയും ബ്രില്യൻസും കാണിക്കുന്നൊരു വ്യക്തിയായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ റെസ്പെക്റ്റ് എന്നതിനേക്കാളും വലുതല്ല അതോറിറ്റി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ബഹുമാനം നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളെ മറ്റുള്ളവർ നാച്ചുറലായിട്ട് നിങ്ങളെ ബഹുമാനിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ തീർച്ചയായിട്ടും നിങ്ങളുടെ അധികാരത്തിനൊരു പവറും ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അതായത് ആ ബഹുമാനത്തെ പ്രതി ആളുകൾ നിങ്ങൾക്കൊരു വാല്യൂ തരുന്നു. അതിനനുസരിച്ച് ആളുകൾ നിങ്ങൾ പറയുന്നതിനെ ഒബേ ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നു, അല്ലെങ്കിൽ അവർക്കതൊരു ഡയറക്ഷനായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അവർക്കും അച്ചീവ് ചെയ്തതായിട്ടുള്ളൊരു ഫീലിംഗ് ഉണ്ടാവുകയാണ് ആ ലക്ഷ്യത്തിനെ സാധൂകരിക്കുന്ന സമയത്ത്. ആളുകൾ, അതായത് കൃത്യമായിട്ട് ലീഡർഷിപ്പ് എബിലിറ്റി ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ വാലിഡേഷൻ തേടുന്നില്ല എന്നുള്ളതാണ്. അവരുടെ ഡിസിഷൻ ക്രൗഡ് അപ്രൂവ് ചെയ്യണമെന്നില്ല. അവരുടെ ഡിസിഷൻ്റെ ഔട്ട്കം വരുന്ന സമയത്ത് മാത്രമേ ക്രൗഡ് അപ്രൂവ് ചെയ്യുള്ളൂ. ലീഡേഴ്സ് സ്റ്റാൻഡ് അലോൺ ബിഫോർ ദ ലീഡ് അതേഴ്സ് എന്നാണ് പറയുന്നത്. അതായത് ഒറ്റയ്ക്ക് നിൽക്കാനായിട്ട് പഠിക്കണം. മറ്റുള്ളവരെ നയിക്കുന്നതിന് മുൻപ് നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കാനായിട്ട് പഠിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിലൊരു പൊസിഷൻ അല്ല, ദാറ്റ്സ് ആൻ എനർജി എന്നുള്ളതാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങളല്ല, അല്ലെങ്കിൽ നമുക്ക് അനുഭവിക്കാനായിട്ട് മാത്രം സാധിക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഊർജ്ജമാണ്. എല്ലാത്തിൻ്റെ അടിസ്ഥാനം ഊർജ്ജമാണ്. എന്നിരുന്നാലും ഇങ്ങനെയുള്ള മേഖലകളിൽ ആ ഊർജ്ജത്തിൻ്റെ കൃത്യമായിട്ടുള്ള പ്രവർത്തനം നമുക്ക് ഈസിലി അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. സോ ലീഡർഷിപ്പ് ഈസ് നോട്ട് എ പൊസിഷൻ, ഇറ്റ്സ് ആൻ എനർജി എന്നുള്ളതാണ്. അപ്പോൾ അതുള്ളവരെ ആളുകൾ സ്വാഭാവികമായിട്ടും ഫോളോ ചെയ്യും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ബോൺ ലീഡർ എന്നൊക്കെയുള്ള വാക്ക്. ആ വാക്കിനേക്കാളും നന്നായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഈ പറയുന്ന ലീഡർഷിപ്പ് എനർജി എന്ന് പറയുന്ന വാക്കാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ലീഡറായിട്ട് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളത്, അതൊരു കോർപ്പറേറ്റ് സെറ്റിങ്ങിലായിട്ടുണ്ടെങ്കിലും, അല്ല നമ്മുടെ ജീവിതത്തിലാണെങ്കിലും, അല്ലെങ്കിൽ അല്ലാത്ത സാഹചര്യങ്ങളിലാണെങ്കിലും ഒക്കെ, ഈവൻ പൊളിറ്റിക്സ് ആണെങ്കിൽ പോലും നമുക്ക് ഈ ലീഡർഷിപ്പ് എന്താണ്, അതിൻ്റെ എബിലിറ്റീസ് എനിക്കുണ്ടോ, ഞാൻ എത്രമാത്രം മെച്ചപ്പെടേണ്ടിയിരിക്കുന്നു എന്നുള്ള കൃത്യമായിട്ടുള്ള ഇൻസൈറ്റ് ഈ വീഡിയോ ശ്രദ്ധാപൂർവം കേട്ടിട്ടുള്ള സുഹൃത്തുക്കൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. തീർച്ചയായിട്ടും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. തുടരുവാൻ വേണ്ടി തന്നെ നിർത്തുകയാണ്. നമസ്തേ.